പാലയിൽ തന്നെ അത് നോക്കിയാൽ ക്ലിയറാണ്. മാണി സി കാപ്പൻ്റെ കുറേ വോട്ട് ഷോൺ ജോർജ് പിടിച്ചു. അതിനേക്കാൾ അധികം വോട്ടുകൾ ജോസ് കെ മാണിയിൽ നിന്ന് പിടിച്ചു. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നും കുറേ വോട്ട് ഷോൺ ജോർജ് കൊണ്ടുപോയി. ഇതാണ് പറ്റിയത്. ഇത് മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറേ BJP പോയി, കുറേ UDF പോയി. ആരുടെയും കുറ്റമല്ല, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന വിഷയമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇടത് മുന്നണിയും മടുത്തു. വലത് മുന്നണിയിലേക്ക് ചെന്നാൽ പറയത്തക്ക യാതൊരു സ്വീകരണവും ലഭിക്കുകയില്ല. മാത്രമല്ല, ഒരു MLA പോലും ഇല്ലാതെ മുന്നണിയിലേക്ക് പോയിട്ട് എന്താ കാര്യമുള്ളത്? അവരുടെ കോലായിലോ ഉരൽപുരയിലോ പടിപ്പുരയിലോ എങ്ങാനും വളഞ്ഞുകൂടി കിടക്കാൻ അത്രേ പറ്റുള്ളൂ. MLA-മാരെ വേണ്ടി ചെന്നാൽ തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് വലിയ സ്വീകരണമൊന്നും കിട്ടിയില്ല. കാരണം 102 MLA-മാർ നിലവിൽ തന്നെ UDF-നുണ്ട്. പിന്നെ ഇനി 1-1.5 MLA ആയിട്ട് ചെന്നിട്ട് കാര്യമില്ല. ഒരു MLA-യും ഇല്ലാതെ 2 കൈയും വീശി ഇല്ലേ പാണ്ടക്കെട്ടുമായിട്ട് UDF-ൻ്റെ കോലായിലേക്ക് എന്നാൽ കിട്ടുന്ന സ്വീകരണം എന്തായിരിക്കും? അതുമാത്രമല്ല, P. ജോസഫ് സാറുള്ള പണിയും പിന്നെ പോട്ടെ, പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്ത്. അദ്ദേഹത്തിൻ്റെ മകൻ അബുവാണ് ഇപ്പോൾ ഈ മറ്റേ പാർട്ടിയെ നയിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന് പേരുള്ള പാർട്ടികൾ മിക്കവാറും താഴ്ന്ന് തരിപ്പണമായി. അതിനാകെ ഒരു എക്സെപ്ഷൻസ് ഈ ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ TN ജേക്കബിൻ്റെ ഗ്രൂപ്പും മാത്രമാണ്.